മഴത്തോരു മുൻപിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ രോഹിത്തിൻ്റെയും ഹരിയെയും അവരെ 4 പേരെയും കോടതിയിലേക്ക് കൊണ്ടുപോവുകയാണ്. കോടതിയിൽ കൊണ്ടുപോകുമ്പോൾ പുറവേ ശിവശങ്കരും രാജീവും പോകുന്നുണ്ട്. രാജീവ് പറയുന്നുണ്ട്, നമുക്ക് അവരെ ഉപേക്ഷിക്കാൻ പറ്റത്തില്ല, എന്തായാലും ജാമ്യം കിട്ടത്തില്ലെന്ന് ഉറപ്പുള്ളതാണ്, എന്നാലും നമ്മൾ ചെല്ലാതിരിക്കുന്നത് ശരിയല്ല ശിവേട്ട. നമ്മൾ ചെന്നില്ലെങ്കിൽ അവർ വിചാരിക്കും അവർക്ക് ആരുമില്ലെന്ന്, അങ്ങനത്തെ ഒരു തോന്നലുണ്ടാവണ്ട. അപ്പോൾ ശിവശങ്കർ പറയാണ്, ഇത് ഈ കുടിലിനി എന്ത് കാണാനാ, ഇതിൽക്കാൾക്ക് കൂടുതൽ ആൾക്കാർ അവിടെ കോടതി അവർ നമ്മൾ ഈ കാറുമായിട്ട് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ നമ്മളാണ് അവന്മാരുടെ അച്ഛനെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, കൊച്ചച്ഛനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ കാറും കൂടെ അവന്മാർ നശിപ്പിക്കും എന്ന് പറയണം. അപ്പോൾ രാജീവ് പറയണ, ശിവേട്ടൻ അതൊന്നും പേടിക്കണ്ട, നമുക്ക് ദൂരെ മാറി നിന്നാൽ മതി എന്ന് പറയണം. അങ്ങനെ കോടതിയിലേക്ക് ചെല്ലുകയാണ്. കോടതിയിൽ അവർ പ്രതീക്ഷിച്ച പോലെ തന്നെ ഭയങ്കര ജനക്കൂട്ടമായിരുന്നു. അപ്പം അവരവിടെ കൊണ്ടുവന്ന് ഇറങ്ങുമ്പോൾ തന്നെ ജനങ്ങളെല്ലാം ഭയങ്കരമായിട്ട് അവരെ ആർപ്പ് വിളിക്കുകയാണ്, ഉപദ്രവിക്കാൻ നോക്കുന്നുണ്ട്. എങ്ങനെയൊക്കെയോ കോടതിയിൽ കെട്ടി. അത് ഇവരാണെങ്കിൽ ദൂരെ മാറി നിന്ന് കാണുന്നേ ഉള്ളൂ, കോടതി ആ പരിസരത്തിൻ്റെ അടുത്തോട്ട് പോലും പോകുന്നില്ല. അതിന് ശേഷം കുറച്ച് നേരം കഴിഞ്ഞ് കോടതിയിലെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം തിരിച്ച് ഇറങ്ങുകയാണ്. ഈ സമയത്താണെങ്കിൽ ശിവശങ്കറിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരികയാണ്. രോഹിത്തിനും ഹരിക്കും ജാമ്യം അനുവദിച്ചില്ല. ആ വാർത്തയാണ് ശിവശങ്കർ കേട്ടത്. അപ്പം രാജീവൊക്കെയാണ്, എന്താ ശിവേട്ട, അവർക്ക് ജാമ്യം കിട്ടില്ല, വക്കീലാ വിളിച്ചതെന്ന് പറയാണ്. അപ്പം രാജീവ് പറയാണ്, എനിക്ക് ഏകദേശം ഉറപ്പായിരുന്നു ജാമ്യം കിട്ടത്തില്ലെന്ന്, ഇങ്ങനൊരു കേസിൽ അവർക്കൊരിക്കലും ജാമ്യം കിട്ടത്തില്ലെന്ന് ഉറപ്പുള്ള കാര്യം ശിവേട്ട എന്ന് പറയാണ്. അപ്പോൾ ശിവശങ്കർ പറയാണ്, ജാമ്യം കിട്ടിയില്ലെങ്കിലും വേണ്ടിയില്ല, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ജയിലിലേക്ക് പോയാൽ മതി, ഇവിടെ കിടന്ന് അടി കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ജീവൻ പോലും തിരിച്ചു കിട്ടത്തില്ല എന്ന് ശിവശങ്കർ പറയുന്നുണ്ട്. അപ്പോഴാണ് ഹരിയെയും രോഹിയൊക്കെ കോടതിയിൽ നിന്ന് കൊണ്ടുവരുന്നത്. ഈ സമയത്തും ജനങ്ങളെ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ പോലീസുകാരെയൊക്കെ അവിടെ നിർത്തിയിട്ടുണ്ട്. അങ്ങനെ എങ്ങനെയൊക്കെയോ അങ്ങ് പോലീസ് വാനിൽ കയറ്റി അവരെ കൊണ്ടുപോവുകയാണ്. അപ്പം ശിവശങ്കരനാണെങ്കിൽ ഭയങ്കര സങ്കടത്തോടെ ഇങ്ങനെ കണ്ണ് നിറയുന്നുണ്ട്. അപ്പോൾ രാജീവ് പറയാണ്, എന്തായാലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ശിവേട്ട, നമുക്ക് പോകാം, തിരിച്ചു പോകാം, ഇനി അവരെ നേരെ ജയിലിലേക്ക് കൊണ്ടുപോകില്ലേ എന്ന് പറയാണ്. അപ്പം ശിവശങ്കർ പറയാണ്, നമുക്ക് അലീനയെ ഒന്ന് കണ്ടിട്ട് പോകാം. അപ്പോൾ രാജീവ് പറയണം, അതിപ്പം വേണം, എൻ്റെ മകനും ആ രോഹിയും കൂടെ ആ അലീനയെടുത്ത് ഇതേ പാപമല്ലേ ചെയ്തത്, അന്ന് അവളൊരു കേസ് കൊടുത്തായിരുന്നെങ്കിൽ ഇന്ന് ഇങ്ങനൊന്നും ഉണ്ടാവത്തില്ല, പക്ഷെ നമ്മളെല്ലാവരും കൂടെ പറഞ്ഞ് അവളെ കേസ് കൊടുക്കാൻ അനുവദിച്ചില്ല, അന്ന് അത് ചെയ്യേണ്ടതായിരുന്നു എന്ന് ശിവശങ്കർ പറയാണ്. അങ്ങനെ നേരെ അലീനയെ അടുത്തോട്ട് പോവുകയാണ്. അവിടെ ചെല്ലുമ്പോൾ അലീനയെ കണ്ട് സംസാരിക്കുന്നുണ്ട്. അലീനയുടെ അടുത്ത് പറയുന്നുണ്ട്, കോടതിയിൽ പോയതാണ്, പക്ഷേ അവർക്ക് ജാമ്യം കിട്ടിയില്ല, ആൾക്കാരെല്ലാം ഭയങ്കര പ്രശ്നത്തിലാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അലീന പറയാണ്, ഇവിടെയും അവസ്ഥ അതേപോലെ തന്നെയാണ്, ഇവിടെയും ആൾക്കാരൊക്കെ വന്ന് ഗേറ്റിൻ്റെ അടുത്ത് വന്ന് ചീത്തവിളിയും ബഹളവും അതേപോലെ കല്ലേറുകയൊക്കെയാണ്, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയാണ്. ഇവിടെ 3 പെൺപിള്ളേർ മാത്രമേ ഉള്ളൂ, പക്ഷേ ജനങ്ങൾക്ക് അതൊന്നും അറിയണ്ട, എല്ലാവരും ഭയങ്കര രോക്ഷാകുലരാണെന്ന് അലീന പറയാണ്. അപ്പം രാജീവ് പറയാണ്, എന്തായാലും നിങ്ങൾ പെട്ടെന്നൊന്നും പുറത്തോട്ടൊന്നും ഇറങ്ങിയൊന്നും വേണ്ട, ആളുകൾ തിരിച്ചറിഞ്ഞാൽ അത് വലിയ പ്രശ്നമാവുമെന്ന് പറയാണ്. ഇന്ന് ഞങ്ങൾ നേരിട്ട് കണ്ടത് കോടതി വളപ്പിലെയും അതേപോലെ പോലീസ് സ്റ്റേഷനിലെ അവസ്ഥ എന്ന് പറയാണ്. അവരെന്തായാലും ജാമ്യം കിട്ടത്തില്ലെന്ന് ഉറപ്പുള്ള കാര്യമാണ്. അപ്പോൾ ശിവശങ്കർ അലീൻ്റെ അടുത്തെന്ന് പറയാണ്, മോളോട് അന്ന് അവന്മാർ ചെയ്ത തെറ്റ് മോൾ ക്ഷമിച്ച്, പക്ഷേ ഇപ്പം തോന്നുന്നു ആ തെറ്റ് മോൾ ക്ഷമിക്കണ്ടായിരുന്നെന്ന്, അന്ന് കേസ് കൊടുത്തായിരുന്നെങ്കിൽ ചെറിയൊരു ശിക്ഷ മാത്രമേ അവർക്ക് കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ അവന്മാരൊന്നും ഭയന്നേനെ, അന്ന് ഭയക്കാത്തത് കൊണ്ടാണ് ഇന്ന് അതിൽക്കാക്കി വലിയൊരു തെറ്റ് അവർ ചെയ്യാൻ തോന്നിയത്. ഞങ്ങളുടെ കയ്യിലും തെറ്റുണ്ട്, മോളെ പറഞ്ഞ് മാറ്റി മനസ്സ് മാറ്റിച്ച്, അല്ലെങ്കിൽ അന്നേ കേസ് കൊടുപ്പിക്കേണ്ടതായിരുന്നു, കേസ് കൊടുത്തായിരുന്നെങ്കിൽ ഈ അവസ്ഥ അവർക്കുണ്ടാവത്തില്ല എന്ന് പറയണം. അപ്പോൾ അലീന പറയാണ്, ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ രാജീവ് പറയാണ്, അത് തന്നെ, ഇനി ഇതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, പിന്നെ ഇത്രയും വലിയ പ്രശ്നം ഉണ്ടായി, ആ പെൺകുട്ടിയുടെ അവസ്ഥ എന്താണെന്ന് പോലും അറിയത്തില്ല എന്ന് രാജീവ് പറയുകയാണ്. എന്നാൽ ഇത്രയും തെറ്റ് ചെയ്ത് അവന്മാരാണെങ്കിൽ ആ കാര്യം ആരെങ്കിലും അറിയിക്കുകയോ എന്തെങ്കിലും ചെയ്യണ്ടേ എന്ന് രാജീവ് പറയാണ്. അന്നായിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കാമായിരുന്നെന്ന് രാജീവ് പറയാണ്. അപ്പോൾ അലീന പറയാണ്, അങ്ങനെ പറയല്ലേ, എന്നെപ്പോലെ ഒരു പെൺകുട്ടി തന്നെയാണ് ആ കുട്ടിയും, ആ കുട്ടിയുടെ ജീവിതം പോയില്ലേ, ഇവർ മനഃപൂർവ്വം ചെയ്ത കാര്യമല്ലേ, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ കിട്ടണം, അതാ എൻ്റെ പക്ഷം എന്ന് പറയാണ്. അപ്പോൾ രാജീവ് പറയാണ്, അത് തന്നെയാണ്, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ കിട്ടണം, പക്ഷേ ഇച്ചിരി ശിക്ഷയുടെ അളവ് ഇച്ചിരി കുറവ് കിട്ടിയായിരുന്നെങ്കിൽ അത്രയും നല്ലതെന്ന് പറയുകയാണ്. അപ്പോൾ ശിവശങ്കർ പറയാണ്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, അവന്മാർ കൊച്ചു കുട്ടികളൊന്നും അല്ലല്ലോ എന്ന് പറയാണ്. എന്തായാലും അങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് അലീനയോട് ശിവശങ്കർ ക്ഷമയൊക്കെ ചോദിക്കുന്നുണ്ട്, എൻ്റെ മോൻ
അതേപോലെ രോഹിത്തും നിന്നോട് ചെയ്ത തെറ്റിന് ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു എന്ന് പറയാണ്. അപ്പോൾ അലീന പറയാണ്, ഞാനതൊക്കെ മറന്ന കാര്യം, ഇനി ക്ഷമയൊന്നും വേണ്ട ആവശ്യമില്ല, അതൊക്കെ അന്നേ മറന്നെന്ന് പറയാണ്. അങ്ങനെ അവർ വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ്. നേരെ കൊല്ലപ്പള്ളിയിലേക്ക് വരികയാണ്. അവിടെ കമല കാത്തിരിക്കുകയാണ്. കമല കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട്, ജാമ്യം കിട്ടിയില്ലെന്നുള്ള കാര്യം, എന്നാലും കാത്തിരിക്കുകയാണ്. അങ്ങനെ ചെല്ലുമ്പോൾ ശിവേട്ടൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എന്താ ശിവേട്ട കാര്യങ്ങളൊക്കെ എന്ന് പറയാണ്. നീ അറിഞ്ഞല്ലോ ജാമ്യം കിട്ടിയില്ല, എങ്ങനെ ജാമ്യം കിട്ടാനാ, അത്രയ്ക്ക് വലിയ തെറ്റല്ലേ അവന്മാർ ചെയ്തത്, അത് ഞങ്ങൾ ആരെങ്കിലും ജാമ്യം കൊടുക്കുമോ എന്ന് ശിവദാസൻ ചോദിക്കുകയാണ്. അപ്പോഴത്തേക്ക് കമല പറയാണ്, എൻ്റെ മോൻ്റെ അവസ്ഥ, ഓ നിൻ്റെ മോൻ്റെ അവസ്ഥ എന്താവാനാവും, ആ ഒരു പോലീസുകാരെ ഇടിച്ച് പഞ്ഞിക്കിട്ട് വെച്ചിട്ടുണ്ട് എന്ന് ശിവശങ്കർ പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൂടെ അകത്തേക്ക് ചെല്ലുകയാണ്. അപ്പം അകത്ത് ചെല്ലുമ്പം രാജീവ് പറയുന്നുണ്ട്, മനു പറഞ്ഞതുപോലെ തന്നെ അവിടെ എങ്ങനെയാണ് പോലീസ് സ്റ്റേഷനിലോ കോടതി ഉളപ്പിലോട്ടോ കയറാൻ പറ്റാത്ത അവസ്ഥയാണ്, ഞങ്ങളുടെ വലിയ പരിചയം ആർക്കും ഇല്ലാത്തത് കൊണ്ട് രക്ഷപ്പെട്ട്, അച്ഛനും കൊച്ചച്ഛനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കും കിട്ടിയേനെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മനു പറയാണ്, നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ല, നേരെ മറിച്ച് ഞാനാണ് ചെന്നതെങ്കിൽ എന്നെ പലർക്കും അറിയാം, അവർ എന്നെ നന്നായിട്ട് കൈകാര്യം ചെയ്തതിനെന്ന് മനു പറയുകയാണ്. അപ്പോൾ രാജീവ് അത് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം കമല ചോദിക്കണേ, അവനെ ഹരിയെ പുറത്തിറക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ശിവശങ്കർ പറയുകയാണ്, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, എന്തായാലും റിമാൻഡ് ചെയ്തിരിക്കുകയാണ്, ഇനി ഈ കേസിൽ നിന്ന് എന്തെങ്കിലും രക്ഷപ്പെടാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടെങ്കിൽ ആ പെൺകുട്ടി കനിയണമെന്ന് ശിവശങ്കർ പറയാണ്. അപ്പോൾ കമല ചോദിക്കുകയാണ്, ഏത് പെൺകുട്ടി, നിൻ്റെ മോനും കൂട്ടുകാരും കൂടെ റേപ്പ് ചെയ്ത പെൺകുട്ടി ഉണ്ടല്ലോ, അത് മൊഴി മാറ്റി പറയണം എന്ന് പറയണം. അപ്പോൾ രാജീവ് പറയണം, അത് ശരിയാ, ആ പെൺകുട്ടിയുടെ കനിവുണ്ടെങ്കിൽ ഇനി ഇവന്മാർ പുറം ലോകം കാണും, ഇല്ലെങ്കിൽ ജീവിതകാലം മൊത്തവും ആ ജയിലിൽ തന്നെ കിടക്കാമെന്ന് രാജീവ് പറഞ്ഞു. ഇത് കേട്ട് കമല ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്.